5.1 സെൻറ്റിൽ 2550 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ അതും സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ ലക്ഷറി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 1,15,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പുളിയറക്കോണത്താണ്. ഈ വീട്ടിൽ നിന്നും മെയിൻ ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം. അതിനുള്ളിൽ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ആയിട്ടൊരു ഫോൾഡ് ചെയ്യാൻ പറ്റിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. മുറ്റം മുഴുവൻ ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം. കിണർ കൊടുത്തിട്ട് തണ്ണിമത്തൻ്റെ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്യാൻ വേണ്ടി കത്തിയും വെച്ചിട്ടുണ്ട്. ആ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 2 പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തത്തിൽ പ്ലാന്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ടെല്ലാം അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 4-way ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ജനാല കണ്ടു ഡിസൈൻ നല്ല ഡിസൈൻ പാറ്റേണിലാണ് കൊടുത്തിട്ട് യൂണിഫോമിറ്റി ഉള്ള ഡിസൈൻ പാറ്റേണിൽ മൊത്തത്തിലുള്ള വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മൊത്തത്തിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ ട്രെഡ് ഗ്രാനൈറ്റ് ആണ്, റൈസർ ടൈലിലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് അതുപോലെ തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് നടുക്കായിട്ട് ഒരു ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തി മുഴുവനായും കൊടുത്തിരിക്കുന്നത് തടിയുടെ ക്ലാഡിംഗ് ആണ്, അതായത് തടിയുടെ പാനൽ ഇരിക്കുകയാണ്. ഇനി ഈ സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ഓൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്വിച്ച് ബോർഡിലേക്ക് വരുവാണെങ്കിൽ ആങ്കർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഫ്രണ്ട് വാതിലിലേക്ക് വരാം. ഫ്രണ്ട് കട്ടളയും കതകും എല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കൊത്ത് പണി കൊടുത്തുള്ള ഡിസൈനിലുള്ള കതക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും ഒരു പർഗോള പോലെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ഡിജിറ്റൽ ലോക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ബയോമെട്രിക് നമ്പർ ലോക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ കാർഡ് യൂസ് ചെയ്യാം. അൺലോക്ക് ആയിട്ടുണ്ട്. ഹാഫ്ലി എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാറൻറ്റി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിങ് ഏരിയയിലേക്ക് വരാം. ലിവിങ് ഏരിയ വിശാലമായി കിടക്കുന്നതാണ്. വലിയൊരു TV യൂണിറ്റാണ്. നമ്മൾ ചെയ്ത വീടുകളിൽ ഏറ്റവും വലിയ TV യൂണിറ്റ് എന്ന് പറയാം. അത്രയും വലിയ TV യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിംഗ് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ്. അവിടെ ആയിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് DBയിലേക്ക് വരാം. DB നോക്കുകയാണെങ്കിൽ ഫുള്ള് ആങ്കർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും കർട്ടൻ കൊടുത്തത് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്വിച്ച് ബോർഡിലേക്ക് വരാം. സ്വിച്ച് ബോർഡെല്ലാം ഇവിടെ ആങ്കർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് കയറി വരുന്ന ഈ ഫോയറിൻ്റെ മുകളിലായിട്ടും സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഹീറ്റ് ആവാതിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് ഓഫ് ആവുന്നതാണ്. കൂടാതെ തന്നെ ആ ഒരു കൂളിംഗ് ഫാനും ഓഫ് ആവുന്നതാണ്. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ആവില്ല, ഒരു ഡ്യൂറബിലിറ്റി കിട്ടുന്നതാണ്. അതിനുവേണ്ടി കൊടുത്തിരിക്കുന്നത്. ഓൺ ചെയ്യുമ്പോൾ ആ ഫാനും കൂടെ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടൊരു വോൾ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. വോൾ ഡെക്കോറോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ അതൊക്കെ അവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇനി ഈ ഒരു ഏരിയയിലേക്ക് വരാം. ഇവിടെ ആയിട്ട് നമുക്കൊരു സിറ്റിംഗ് സ്പേസ് ആണ്. നമുക്ക് TV യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. അതിനടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ പുറകിലായിട്ട് മൊത്തത്തിൽ WPC പാനൽ കൊടുത്തിരിക്കുകയാണ്. അതിനകത്തായിട്ട് ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ചെറിയ പർഗോള പോലെ ട്യൂബ്സ് കൊടുത്തിരിക്കുകയാണ്. അവിടെ ആയിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കൊത്തുപണികൾ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്ത് പോകുമ്പോൾ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ആ ഒരു ഡൈനിങ് ഏരിയയുടെ തൊട്ട് പിന്നിലായിട്ട് ഈ ഒരു സ്പേസിലായിട്ടും നമുക്ക് ഇവിടെ ഇരിക്കാൻ സിറ്റിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെയും ആ ഒരു ആർട്ട് വർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയും WPC പാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. മൊത്തത്തിൽ ഇവിടെ 6 സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൂടെ ഇവിടെ ഇൻവെർട്ടറിൻ്റെ സ്പേസ് ഉണ്ട്. ഇൻവെർട്ടർ സ്പേസ് മാത്രമല്ല, ഇൻവെർട്ടറിന് വെച്ചിട്ടുണ്ട് അകത്ത്. V-ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് സെമി ഫർണിഷ്ഡ് ആണ്. ഇനി ഞാൻ റൂം കാണുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയയാണ്. ഇവിടെയും വലിയ ഡൈനിങ് ടേബിളുള്ള സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഒരു TV യൂണിറ്റ് വെക്കണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നും TV കാണണമെങ്കിൽ ഇവിടെയും TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഈ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ്. അവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ട് സീലിംഗ് ഇരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബോക്സി ടൈപ്പിൽ തടി കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ജാഗ്വാറ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പില്ലർ കോക്കും ജാഗ്വാർ തന്നെയാണ്. ഇവിടെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിറർ യൂസ് ചെയ്തിരിക്കുന്നത്.
കൂടാതെ ഇവിടെ ആയിട്ടൊരു ടവൽ ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് WPC കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഇവിടെ കിച്ചണിലെല്ലാം CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്തായിട്ട് ഇവിടെ എല്ലാം CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കുത്തുപണിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് ഒരു ആക്സസ് കിട്ടുന്നതാണ്. അവിടെ നമുക്ക് നേരെ വരുമ്പോൾ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. വലിയ ഫ്രിഡ്ജൊക്കെ സുഖമായിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ തന്നെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു മോഡുലാർ കിച്ചണാണ്. കൂടാതെ മുകളിലായിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരയ്ക്കും ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം. അതുകൂടാതെ ഇവിടെ എല്ലാം പ്രോ ലിഫ്റ്റ് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓപ്പൺ ചെയ്തെല്ലാം സ്റ്റോറേജ് സ്പേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല, ഇങ്ങോട്ടേക്കാണോ 4 ഭാഗത്തായിട്ട് തന്നെ 4 പ്രോ ലിഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സോസർ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ്സ് വയ്ക്കാനുള്ള യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ മൊത്തത്തിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ കാണുന്ന ഭാഗത്തെല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഒരു തടിയിലാണെങ്കിൽ പോലും അതെല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. പ്യുവർ ഫ്ലെയിംസ് എന്ന ബ്രാൻഡാണ്. അതുകൂടാതെ 90 സെൻറ്റിമീറ്റർ വീതിയുള്ളതാണ്. അതേ അളവിൽ തന്നെയാണ് ഹുഡും കൊടുത്തിരിക്കുന്നത്. മുകളിലെല്ലാം CNC കട്ടിംഗ് ആണ്. കൂടാതെ തന്നെ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു പ്രോ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ട്രേ ഉണ്ട്. അത് നമുക്ക് സ്ലൈഡ് ചെയ്തെടുക്കാം. ഇവിടെ ആയിട്ട് സോസറോ അല്ലെങ്കിൽ പ്ലേറ്റ്സോ വയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇനി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിൻ ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് നേരെ സിങ്കോക്കിലേക്ക് വരാം. 2 സിങ്കോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡൈവർട്ടും കൊടുത്തിട്ടുണ്ട്. ഹോട്ടും കോൾഡും പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബ്രാൻഡഡ് ആണ്. ജാഗോർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ സിങ്കോ കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റിക്കർ ഏരിയയ്ക്കാണ്. അതിൻ്റെ കളറാണ് ഒരു ഗ്രീൻ കളറാണെന്ന്. അതിലാക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയയിൽ ഡോറിൻ്റെ ഡിസൈനൊക്കെ ആണ്. നല്ല ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സ്ക്വയർ ഫീറ്റ് ഉൾപ്പെടുത്താണ് ഈ വർക്ക് ഏരിയ. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് 2550 സ്ക്വയർ ഫീറ്റാണ്. ഈ വർക്ക് ഏരിയ മാത്രം 250 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒരു വുഡൻ രീതിയിലുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും സിങ്കോ കൊടുത്തിട്ടുണ്ട്. അതും ജാഗോർ എന്ന ബ്രാൻഡ് തന്നെയാണ്. കൂടാതെ ഈ ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇവിടെയും നനകല്ല് കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്റ്റോറേജ് സ്പേസ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റിയെടുക്കാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉള്ള ഒരു വർക്ക് ഏരിയ ആണ്. അതുകൂടാതെ 2 ഭാഗത്തും ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്, തൊട്ടടുത്ത ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അങ്ങേ 2 എൻഡിലായിട്ടും ഡോർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 ഭാഗത്തേക്കും വാസ്തുപ്രകാരമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന ഭാഗത്തെല്ലാം പോളികാർബൺ ഷീറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് അകത്തേക്ക് വീഴില്ല. ഇവിടെ ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടുത്തെ ഒരു ഡോറിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ ബെഡ് കൊടുത്തിട്ടുണ്ട്, മാട്രസ് കൊടുത്തിട്ടുണ്ട്. അക്കേഷ്യ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉള്ള ബെഡാണ്. നമുക്കത് പൊക്കി നോക്കി അറിയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. പൊങ്ങി വരുന്നില്ല. ഇവിടെ ആയിട്ട് തേക്കിൻ്റെ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മിക്സ്ഡാണ്. അക്കേഷ്യയും തേക്കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ MIയുടെ മാട്രസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം വാറണ്ടി ഉള്ളതാണ്. ഈ റൂമിൽ മാത്രമല്ല എല്ലാ ബെഡ്റൂമുകളിലും ഇതേ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ ഡിസൈനിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു വാർഡ്രോബാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉള്ള വാർഡ്രോബാണ്. കൂടാതെ ഇവിടെ മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ വാഷ്റൂമിലും ഡോർ ചെയ്തിരിക്കുന്നത് FRP ആണ്. PVC ഡോറല്ല. എല്ലാം ക്വാളിറ്റി ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂം നോക്കുകയാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോറാണ്. ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഷവറും ക്ലോസറ്റും എല്ലാം ജാഗോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ മൗണ്ട് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആൻറ്റി സ്കിഡാല ടൈലോ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ജാഗോർ തന്നെയാണ്. അതുപോലെ അവിടെ ഒരു സ്പൗട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജാഗോറാണ്. ഇനി നമുക്ക് 3 ബെഡ്റൂം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. ഇവിടെ ഹാൻഡ് റെയിൽസിലേക്ക് വരുമ്പോൾ ഒരു കൊത്ത് പണി കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽസ് എല്ലാം അക്കേഷ്യ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലുമാണ്. ഇവിടെ മൊത്തത്തിൽ ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നൊരു ഡബിൾ ഹൈറ്റ് ആണ്. അവിടെ ആയിട്ടും ഒരു മിനി ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ പർഗോള കൊടുത്തിട്ടുണ്ട്. അവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. നേരെ വരുന്നത് അപ്പർ ലോഞ്ചിലേക്കാണ്. ഇവിടെ നമുക്ക് സിസ്റ്റമൊക്കെ യൂസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അല്ല അയൺ ചെയ്യാൻ വേണ്ടി എടുക്കാം, അങ്ങനെ എടുക്കാം, അങ്ങനെയുള്ള സ്പേസ് ആക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ ആയിട്ട് സ്പേസ് ഉണ്ട്. ഇവിടെ അയൺ ചെയ്യാൻ വേണ്ടി ഒരു അയൺ ടേബിളാണ്, അങ്ങനെ ആക്കിയെടുക്കാം. ഇവിടെ ആയിട്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇനി വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല താഴെ വർക്ക് ഏരിയയിലും സ്പേസ് ഉണ്ട്. താഴെയാണോ അല്ലെങ്കിൽ മുകളിൽ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാതെ ഇവിടെ ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്.
ഈ ബാൽക്കണിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡോർ എല്ലാം ഒരേ രീതിയിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ വരുന്നത് വിശാലമായിട്ടുള്ള ബാൽക്കണിയിലേക്കാണ്. ഇവിടെ എല്ലാം ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഹാൻഡ് റെയിൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം കൊത്തുപണിയൊക്കെ ചെയ്തും CNC കട്ടിങ് കൊടുത്ത് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ ഭിത്തി മുഴുവനായിട്ടും തടിയുടെ പാനലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 ഭാഗത്തായിട്ടും പാനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോയത് ഓപ്പൺ ടെറസ് അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേസുള്ള ബാൽക്കണിയാണ്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഫോയറിലെല്ലാം സീലിംഗ് ഇരിക്കുകയാണ്. ഇവിടെ എല്ലാം സിമ്പിളായിട്ടുള്ള സീലിംഗ് ആയിരിക്കുന്നത്. ഫാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരുന്ന നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഒരു വിശാലമായി കിടക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടാതെ തന്നെ ഇവിടെയാണ് ബെഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും എമ്മ എന്നൊരു ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം വാറണ്ടി ഉള്ളതാണ്. ഒരു വൈറ്റ് തീമാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമാണ്. അതും നല്ല നേരത്തെ ഉള്ള ആ കട്ടിൽ കണ്ടല്ലോ, അത്രയും വെയിറ്റ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു നല്ല അത്രയും വെയിറ്റുള്ള കട്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ട് ഇത് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് തിരിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ട്രഡീഷണൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂമിൽ പോകുമ്പോൾ ഈ 2 ഭാഗത്തായിട്ടും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയും ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ലീഫ് ഡിസൈനിലുള്ള ഒരു സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. ഈ ഒരു പ്രൈവസി ആയിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സിങ് ഏരിയ കഴിഞ്ഞിട്ടാണ് വാഷ്റൂം വരുന്നത്. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന FRP ഡോറാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഫിറ്റിങ്സ് എല്ലാം ജാഗോർ തന്നെയാണ്. വേറെ ഒന്നും യൂസ് ചെയ്യില്ല. സ്പൗട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ജാഗോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഈ ഒരു നമ്മൾ താഴെ പറഞ്ഞതല്ലോ കൂളിംഗ് സിസ്റ്റം, അതേപോലത്തെ കൂളിംഗ് സിസ്റ്റം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് അതൊന്നും ചൂടായൊന്നും അതിൻ്റെ ഡ്യൂറബിലിറ്റി നഷ്ടപ്പെടില്ല. അത്രയും ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെയും അക്കേഷ്യയും തേക്കും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. മാട്രസ് യൂസ് ചെയ്തിരിക്കുന്നത് എമ്മ തന്നെയാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുന്നത്. ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മേക്കപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് FRP ഡോർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള വിശാലമായ വാഷ്റൂം എന്ന് പറയാം. എല്ലാ വാഷ്റൂം നല്ല സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. ജാഗോറിൻ്റെ ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും ബെഡ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മാട്രസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കേഷ്യയും തേക്കും തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഏരിയ എന്ന് പറയാം, അത് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ നമുക്ക് FRP ഡോർ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറിൻ്റെ ഡിസൈൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈനിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ്. ജാഗോറിൻ്റെ ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്പൗട്ട് കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ജാഗോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രൈസിലേക്ക് വരാം. ടോട്ടലി നോക്കുവാണെങ്കിൽ 5.1 സെൻറ്റാണ്. അതിൽ 2550 സ്ക്വയർ ഫീറ്റ് ആ വീട് മാത്രം വരുന്നത്. കൂടാതെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ ആണെങ്കിൽ 250 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ ആണ്. അത് കൂട്ടിയിട്ടില്ല. കൂട്ടാതെ 2550 സ്ക്വയർ ഫീറ്റ്. പിന്നെ ചുറ്റുമതിൽ ഇൻ്റർലോക്ക് മൊത്തത്തിൽ നീറ്റാക്കി ചെയ്തിരിക്കുകയാണ്. ക്വാളിറ്റി ആയിട്ടെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചൊരു ബിൽഡറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വർഷത്തിൽ 1-2 വീടുകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു ക്വാളിറ്റി ബിൽഡറാണ്. അതിൻ്റെ കഴിഞ്ഞ 2 വീട്ടിൽ ഞാൻ സെയിൽ കൊടുത്തത്. ആ 2 കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക്